ഹലോ ഹായ് മുത്തുമണീസുകളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളിന്ന് ചെടി നട്ട് പിടിപ്പിക്കണം കേട്ടോ. അപ്പോൾ മഴക്കാലമല്ലേ, ഈ സമയത്താണ് നമുക്ക് എന്ത് ചെയ്യുക, ചെടികൾ വേഗം നട്ട് പിടിപ്പിച്ചാൽ വേഗം പിടിക്കിട്ടോ. അല്ലെങ്കിൽ നമ്മൾ പല ട്രിക്കുകളും വെച്ചിട്ടാണ് പിന്നെ ചെടികളെ വേര് പിടിപ്പിക്കൽ കേട്ടോ. ഇപ്പോൾ ആയതുകൊണ്ട് തന്നെ ഒന്നട് തണ്ടങ്ങോട്ട് കുത്തിക്കൊടുത്താൽ മതി, കുത്തി വെച്ചാൽ മതി, എന്നാൽ തന്നെ നല്ലോണം മുളക്കും. അപ്പം ഞാൻ നടുന്നത് ഇങ്ങനത്തെ ചെറിയ കവറിലാട്ടോ. ഇതിലാണ് ഞാൻ സാധാരണ എല്ലാ ചെടികളും നട്ട് പിടിപ്പിക്കൽ. ഇതിലുണ്ടായി വന്നതിൻ്റെ ശേഷം വേരൊന്നും മുളച്ച് വന്നതിൻ്റെ ശേഷമാണ് ഞാൻ വേറെ വലിയ ചട്ടിയിലേക്കോ കവറുകളിലേക്കോ ഒക്കെ ആക്കി നട്ട് പിടിപ്പിക്കൽ കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒന്ന് കുറച്ച് ചെടികളൊന്ന് നട്ട് പിടിപ്പിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോഴേ നമ്മൾ തുടങ്ങിയാലാണ് കുറച്ചുകൂടി കഴിഞ്ഞാൽ നമുക്ക് സെയിലൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ അത് ചട്ടിയിലേക്കോട്ട് മാറ്റി കൊടുത്താലാണ് ഉഷാറാവും ചെയ്യൽ. അപ്പോൾ ഞാൻ നടുന്ന രീതി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നടുമ്പോൾ നമുക്കൊരു വളമോ കാര്യങ്ങളോ ഒന്നും വേണ്ട, സാധാ മണ്ണിലത് നട്ട് പിടിപ്പിച്ചാൽ മതി കേട്ടോ. ഇതപ്പോൾ ഞാൻ ഇങ്ങനത്തെ 5 കവറിൽ ഇങ്ങോട്ട് നട്ട് പിടിപ്പിച്ച്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, റോസക്കൊമ്പ് നടാണ്ട് റോസ നിമ്മലൊക്കെ പൂവിട്ട് പൂവുകളൊക്കെ കഴിഞ്ഞ് അതിൻ്റെതൊക്കെ പൂവിൻ്റെ കരിഞ്ഞ ഭാഗമൊക്കെ വെട്ടി ഒഴിവാക്കിയിട്ട് ഇതിറ്റാലൊന്നും മുളപ്പിക്കണം, റോസ ഒന്നും മുളപ്പിക്കണം. അതുപോലെ ബോഗൺവില്ല ചെടികൾ മുളപ്പിക്കണം. ഈ ചെടി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ചെടീൻ്റെ പേരെന്താണെന്ന് അറിയില്ല. ഇതൊക്കെ നമ്മൾ പൈസ എടുത്ത് വാങ്ങുകയെന്ന് പറയണത് ഒന്ന് നമ്മൾ നഴ്സറിയിലൊക്കെ പോയി നോക്കണം, ചെടീൻ്റെയൊക്കെ വില അറിയാനുള്ളത് കേട്ടോ. നമ്മൾ വീട്ടിൽ നമ്മൾ എടുത്തുള്ള ചെടികൾ കട്ട് ചെയ്തിട്ട് നമ്മൾ തന്നെ മുളപ്പിച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ എനിക്കിഷ്ടപ്പെട്ട ചെടികളൊക്കെ എന്നോട് കുറച്ച് ഓർഡറുകൾ കിട്ടി, ഒന്ന് മുളപ്പിച്ച് തരുമോ എന്നൊക്കെ ചോദിച്ചാട്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞ ആൾക്കാർക്ക് ഞാനത് മുളപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മുളച്ച് വന്നിട്ട് ഇന്നവർക്ക് കൊണ്ടുപോകും ചെയ്യാമല്ലോ. നമുക്ക് കഴിയുന്നതൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരുപാട് ആൾക്കാർ എന്നോട് ഇങ്ങനെ പറയുന്നുണ്ട് മുളപ്പിച്ചിട്ട് തരുമോ എന്നൊക്കെ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇന്ന് പിന്നെ 4-5 എണ്ണം എനിക്കങ്ങനെ ഓർഡർ കിട്ടീന് കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് മുളപ്പിച്ച് അവർക്ക് കൊടുക്കുകയും ചെയ്യാം. മുളച്ചൊന്ന് പിടിച്ച് വന്നതിൻ്റെ ശേഷം കേട്ടോ ഞാൻ കൊടുക്കരുത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇലകളൊന്നും കുറേ ഇലകളൊക്കെ ഒഴിവാക്കും, പിന്നെ കുറേ ഇല ഒഴിവാക്കാതെയൊക്കെ കേട്ടോ അടങ്ങാൻ തന്നെ കേട്ടോ. ഇപ്പോൾ എങ്ങനെയാണെങ്കിലും വേഗം എനിക്ക് ഈ ചെടി ഇത് നമുക്ക് തന്നെ കേട്ടോ വേണ്ടത്. ഇതെനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടൊരു ചെടിയാണ്. ഇവിടെ ഉള്ള ചെടി ഞാനത് പൈസ കൊടുത്ത് വാങ്ങിയതാണ്, എങ്ങനെയായിട്ടും മുളപ്പിച്ചിട്ട് മുളക്കാനിട്ട്. പിന്നെ ഇന്നെയാണ് എനിക്ക് എന്ത് ചെയ്തത്, പിന്നെ ഒരു ദിവസം ഞാനൊന്ന് മുളപ്പിച്ച് നോക്കിയപ്പോൾ നല്ലോണം സംരക്ഷിച്ച് തന്നെ മുളപ്പിച്ചപ്പോൾ നല്ല ഉഷാറായിട്ട് വന്ന്. അപ്പോൾ ഇനി എന്ത് ചെയ്യണം, അതിട്ട് ആ ചെടികൾ നന്നായിട്ട് ഉണ്ടാക്കി തന്നെ വേണം. ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ചെടിയാണ്, ഒരുപാട് ഓർഡറുകളും കിട്ടിയതാട്ടോ. അപ്പോൾ ഞാൻ ഈ സമയത്തൊക്കെയാണ് ഇങ്ങനെ മുളപ്പിക്കൽ. ഇതുപോലൊക്കെ എല്ലാവരും ചെയ്ത് നോക്കേണ്ടി. ചെറിയ കുഞ്ഞ് കവറിൽ നമ്മൾ സാധാ മണ്ണായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ കമ്പ് അങ്ങോട്ട് കുത്തി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മളെ ചെടിയൊക്കെ ഞാൻ ഒക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടോ. ഇത് നമ്മളെ ബോഗൺവില്ല ചെടി, നല്ല ഭംഗി ഉണ്ട പൂവട്ടോ. ഇതിൻ്റെ അത് റോസ് കളറിലുള്ള നല്ല ഭംഗിയുള്ളത് തന്നെ. അപ്പോൾ ഇപ്പോഴേ നട്ട് പിടിപ്പിച്ചിട്ട് നമുക്ക് ആവശ്യക്കാർക്ക് കൊടുക്കാം. പിന്നെ ഈ ചെടിക്ക് എനിക്ക് ഓർഡറുള്ള കേട്ടോ. ഇതിനോട് കുറേ പ്രാവശ്യം ഇവിടെ ഞാൻ കമ്പ് വെട്ടി കൊടുത്തിട്ടും ഒരു മുളച്ചില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ മുളപ്പിച്ച് തരാം, എന്നിട്ട് നിങ്ങൾ കൊണ്ടുപോയിക്കോളിട്ടോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ അതിലേക്ക് നട്ട് അത് അവർക്ക് കൊടുക്കണം. പിന്നെ ഈ ചെടി ഞമ്മക്കുള്ളത് തന്നെ കേട്ടോ. ഇതിങ്ങനെ ചെറിയ നമ്മൾ ഇതിൻ്റെ ഇളയ തൂമ്പുണ്ടല്ലോ ചെടീൻ്റെ, അതിങ്ങോട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ നട്ട് വെച്ചാൽ മതി, വേഗം പിടിക്കുകയും ചെയ്യും. ഇതൊക്കെ നമ്മൾ നഴ്സറിയിലൊക്കെ പോയി വാങ്ങുമ്പോൾ ഇതിൻ്റെ റേറ്റൊക്കെ ഇങ്ങനെ കേട്ടാൽ തന്നെ നമുക്ക് അന്തം വിട്ടു കേട്ടോ. ഈ ചെറിയ നമ്മൾ ഇങ്ങനത്തെ കവറിലുണ്ടല്ലോ, അതിൻ്റെ ആ ഒരു കവറിലുള്ള ചെടിക്ക് തന്നെ 50 100 ഒക്കെ കൊടുക്കണം കേട്ടോ. ഓരോ ചെടീൻ്റെ ഓരോ റേറ്റാണ്. അപ്പം നമുക്ക് കഴിയുന്ന രീതിയിൽ നമ്മൾ തന്നെ നട്ട് പിടിപ്പിക്കുകയാണ്, അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഞാൻ ചെടികളൊക്കെ ഒന്ന് നട്ട് പിടിപ്പിച്ച് വെച്ചിരുന്നു കേട്ടോ. വേഗം ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വേഗം ഇങ്ങോട്ട് പിടിക്കുകയും ചെയ്യും കേട്ടോ. അതല്ലേ, ഇതുപോലൊക്കെ എല്ലാവരും ചെയ്ത് നോക്കുക. ചെടീനോട് താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ ചെയ്താൽ മതി. ഒക്കെ നമ്മൾ ക്യാഷ് എടുത്ത് വാങ്ങേണ്ട ഒരു ആവശ്യമില്ല. ഇപ്പം ആകുമ്പോൾ ഒരു വളം വേണ്ട. പിന്നെ റോസക്കൊമ്പ് മുളക്കാത്തവർക്കൊക്കെ നമ്മൾ കറ്റാർവാഴല്ലേ, കറ്റാർവാഴൻ്റെ ഒരു ഇല തണ്ടെടുത്തിട്ട് അതിലേക്ക് കുത്തി കൊടുത്തിട്ട് അതിൻ്റെ നീരയിമിൽ കുത്തി കൊടുത്തിട്ട് നമ്മൾ മണ്ണിലേക്ക് കുത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിലൊരു കുപ്പി വെക്കുക. അങ്ങനെ വെച്ചാലും വേഗം റോസക്കൊമ്പ് വേഗം മുളക്കും കേട്ടോ. അങ്ങനെയും ചെയ്ത് നോക്കേണ്ടി. ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് സാധാരണ. ഇപ്പം തന്നെ അതിൻ്റെ ആവശ്യമില്ല, മഴ ആയതുകൊണ്ട് അതിൻ്റെ ഒരു ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ നട്ടത്. അപ്പം ഒരുപാട് ആൾക്കാരിനോട് ചോദിച്ചിനി ഇത് എങ്ങനെയാണ് നട്ട് പിടിപ്പിക്കുന്നത് എന്നുള്ളത്. അതുകൊണ്ടൊന്ന് വീഡിയോ എടുത്താണ്. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് അറിയിക്കുക. ഓക്കെ, ബൈ.